എങ്ങോട്ടാ പോണേ നോക്ക് എല്ലാം ആദ്യം പിടിച്ചേടാ ഹായ് ഹായ് വരെ കുടു ഹായ് വരെ നായി പറയ കുടു മോനുച്ച് കുറുമ്പ് കാട്ടി കുടുവിനെ അതാട്ടോ കുടുവിന് ഒരു മങ്ങലുണ്ടോടാ ഒന്ന് തുടച്ചേ. അപ്പോഴേ ഇന്നത്തെ ദിവസത്തിന് വലിയ പ്രത്യേകത ഉണ്ട് കേട്ടോ. ഞങ്ങളെ ഒരു ഗ്രൂപ്പുണ്ട്, നമ്മളെ വീഡിയോയിൽ ചിലപ്പം പഴയ വീഡിയോ കണ്ടവർക്ക് അറിയാം. ഞങ്ങൾക്കൊരു കരോൾ ഗ്രൂപ്പ് എന്നുണ്ട്, ഗ്രൂപ്പുണ്ട്, കുറച്ച് കൂട്ടുകാരുണ്ട് കേട്ടോ. അപ്പം വർഷങ്ങളായിട്ട് എവിടെയെങ്കിലും ഒരു ടൂറ് പോകണമെന്ന് പറയലുണ്ടായിരുന്നു, ഇതുവരെ പോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്നലെ അവർ തീരുമാനമാക്കി നിലമ്പൂരിൽ നിന്ന് തേക്ക് മ്യൂസിയത്തിൽ പോവാന്നേ. അപ്പോൾ എനിക്ക് എന്താണെങ്കിലും മെൻ്റലി ഒട്ടും ഇതല്ല കേട്ടോ, കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥ, പിന്നെ അവിടെ ലീവില്ലാത്ത പ്രശ്നം, പിന്നെന്താ എല്ലാം കൊണ്ടും പറ്റാത്ത സമയം. പക്ഷെ അവരെന്നെ വിളിച്ച് പറയാത്തതറിയില്ല. ഇന്ന് ഞാൻ ചെന്നില്ലെങ്കിൽ നാളെ പുകപരിശോധന കേന്ദ്രം പൂട്ടിക്കുമെന്നാണ് അവർ പറയണത്. ഭീഷണിയാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ 2 കോള് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മോനും ഉണ്ട്, പിന്നെ നമുക്ക് ട്രെയിനിങ്ങിന് വരുന്ന മോനും ഉണ്ട്. അവർ രണ്ടുപേരും കടലിരുന്നോളാണ്. ഇവൻ്റെ കൂട്ടുകാർ പക്ഷേ ഒരാൾ മിസ്സിങ് ആണ്, ആതിര ഉണ്ടായിരുന്നു, അവൾക്ക് വരാൻ പറ്റൂല. അപ്പോൾ അവൾ വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവളെ കൂടെ ഇവൻ്റെ ക്ലാസ് പഠിക്കുന്ന പിള്ളേരുണ്ട്. അപ്പോൾ അവരില്ലാത്തതുകൊണ്ട് ഇവൻ വരുന്നു, ഞാൻ പോയിരുന്നില്ല അമ്മേ. പിന്നെ എല്ലാം ആദിക്കുട്ടൻ്റെ ക്ലാസ്മേറ്റാണ്, അവരെ പ്രായത്തിലുള്ള പിള്ളേർ. അപ്പോൾ ആദ്യൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ ആദിക്കുട്ടനും ഞാനും പോകുന്നുള്ളൂ. കുടു അംഗനവാടിയിൽ പോവും, മോനിച്ച് ജോലിക്ക് പോവും. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. കുടു പോരുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്നിട്ട് എന്താ പറഞ്ഞു വെച്ചാൽ, അപ്പോൾ ആതിര ഇല്ലാത്തതിനൊരു വിഷമമുണ്ട്. പക്ഷെ അവളെ സാഹചര്യം വളരെ മോശമായതുകൊണ്ടാണ്. ഞാനും അവളും ഏതാണ്ട് ഒരേപോലെയാണ്. പിന്നെ എന്താണെങ്കിലും നാളെ പുകപരിശോധന കേന്ദ്രം പൂട്ടിച്ചാലോ, ജോലി പോവില്ലേ? അപ്പോൾ അതുകൊണ്ട് എന്തായാലും പോവാമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അവർ കൂടെ പോകുന്നില്ല. ഇപ്പോൾ 2 പേര് വിളി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പോരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും പിണങ്ങി, ഇനി നിങ്ങളെ കൂടെ ഒരു പരിപാടിക്ക് ഇല്ല എന്നൊക്കെ പറഞ്ഞ് പിണങ്ങി കട്ടാക്കി, ഓരോരുത്തർ കട്ടാക്കി പോയതാണ് കേട്ടോ. അപ്പം അങ്ങനെ ഭീഷണിയുടെ പേടിയിൽ ഭീഷണിപ്പെടുത്തി ടൂർ കൊണ്ടുപോകാന്ന് പറയാം അല്ലേ? അങ്ങനെ. പക്ഷെ അവരെ കൂടെ പോകാന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഒരുമിച്ച് പോകാന്ന് പറഞ്ഞാൽ ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. പക്ഷെ ഇന്ന് എന്താ പറയുക, നമ്മളൊരു അവസ്ഥ വെച്ചിട്ട് ഞാൻ അത്ര ഇതല്ലെങ്കിലും, അപ്പോൾ എന്തൊക്കെയാണെങ്കിലും അതൊക്കെ പോട്ടെ, ഞാൻ ഭീഷണിപ്പെടുത്തി ടൂർ പോവാണ്. ഇവനില്ല, ഞങ്ങൾ പോവാണ്. ഓക്കെ. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് എന്തൊക്കെ ആക്കിയെന്നു പറഞ്ഞേക്കാം കേട്ടോ. എന്താ പിന്നെ ടൂർ പോകണമെങ്കിൽ പ്രത്യേകത എന്താണെന്നറിയോ, ഒരു ചിലവില്ല, വണ്ടിക്കൂലി മാത്രമേ. ചോറ് ഉണ്ടാക്കി കൊണ്ടുവരണം, ചായൻ്റെ കടി വീട്ടിലുണ്ടാക്കിയത് എടുത്തോളണം എന്നൊക്കെയാണ്. അങ്ങനെയൊക്കെയാണ് ഞങ്ങളിത്. അപ്പം ആർക്കും വലിയ ചിലവൊന്നുമില്ല, ബാധ്യതകളില്ലാത്ത ടൂറാണ് കേട്ടോ. ആദ്യങ്ങളോട് കുളിക്കാൻ പറഞ്ഞിട്ട് ആദ്യം കുളിക്കാൻ പോയതിൻ്റെ പാട്ടാപ്പം കേൾക്കുന്നത്. എല്ലാവരെയും കൂടെ നിർത്തിയിട്ട് ഒരു ഇൻട്രോ എടുക്കാൻ തന്നെ ഇവിടെ നടക്കൂല, കാരണം എല്ലാവരും ഒരുമിച്ച് കുളിച്ച് എത്തൂല. ഒരു ബാത്റൂം വന്നത് ഓരോരുത്തർ പോയി കുളിച്ച് വരണം. അപ്പോഴത്തെ സമയം പോകും. അപ്പോൾ ഇപ്പം തന്നെ സമയം പോയി, 7:30 കഴിഞ്ഞു. ഇനി കടയിലും പോകണ്ടേ, ഇതെല്ലാം ആക്കും വേണ്ടേ. അപ്പം ഞങ്ങൾ മുടി ചീകില്ല. അയ്യോ, കൂടുതൽ മുടി ചീകില്ല, സാരില്ല, ഒന്നും സാരില്ല. ഇനി ഞങ്ങൾ കാണിച്ചു തരാം ഞങ്ങൾ എന്താ ഉണ്ടാക്കിയെന്ന്. വാ, ഇവിടെ തന്നെ കുഞ്ഞിവിടെ തന്നെ. എൻ്റെ അമ്മേ, ഞാൻ ഇലയുടെ ഉണ്ടാക്കിയിട്ടോ. ഇലയുടെ ഉണ്ടാക്കി രാവിലെ വെന്തോ നോക്കാൻ വേണ്ടി ഒരു കട്ടി ഇത് മുറിച്ചതാണ്. ഇത് നോക്കിയിട്ട് എന്താ ഇങ്ങനെയൊക്കെ ഒന്ന് വിചാരിക്കണ്ട, ഇത് രാവിലെ എടുത്ത് മുറിച്ചാണ്. പിന്നെ അട ഉണ്ടാക്കി, ചോറാക്കിയിട്ടുണ്ട്, ചോറായി. പിന്നെ കറി, ഇന്നലത്തെ മീൻ കറി ഉണ്ട്, അത് മതി. ഇന്ന് ഞാൻ നോക്കുമ്പോൾ തോരനൊന്നും വെച്ചില്ലേ. മുട്ട ഇല്ല പൊന്നെ, മുട്ട തീർന്നു പോയില്ലേ. നമുക്കിന്ന് വാങ്ങാം കേട്ടോ. പഴം ഇല്ലടി വെക്കല്, നമുക്ക് വാങ്ങാം കേട്ടോ. പഴം തീർന്നു. അതി പെട്ടെന്ന് വാ. അപ്പൊ ചാടിക്കാം എന്നാ, വേം വാ. ഇതാ ചോറ്, വെള്ളം എല്ലാം സെറ്റാട്ടോ. പോയിട്ട് വരെ. അഴ നിറയെ തുണികളാണ്, തുണികൾ. ആടെ തിന്ന് അവിടെ ഇരുന്ന, ഞാൻ പോവാ. വേവാ
ഞങ്ങൾ ടൂറ് പോവാ. എത്തിട്ടോ അവര് പോണ ഞങ്ങൾ കണ്ടു. ഓറിയന്റിന് പോണ ഞങ്ങൾ കണ്ടു കേട്ടോ. അംഗനവാടിയിലാക്കാൻ പോയ കുടുവിനെ കാണിച്ചു തരണോ? ഇതാ അംഗനവാടിയിലാക്കാൻ പോയ കുടു ഞങ്ങളെ കൂടെ കൂടിയിട്ടോ. എന്നാൽ പിന്നെ ഞങ്ങൾ പോയിട്ട് വേഗം വരാട്ടോ. വണ്ടി ഇവിടെ നിൽക്കട്ടെ അല്ലേ? കൈ പിടിച്ച് നടക്കണം. ഇതാണ് മുക്കം ചന്ത. മുക്കം ചന്തേൻ്റെ ഉള്ളിൽ കൂടി നടക്കാം. നമുക്ക് കൈ പിടിക്കാതെ നടക്കാൻ പറ്റൂല. ഒരു വണ്ടി അമ്മൻ്റെ കൈ പിടിച്ചേ. കുടു ബസ് കയറാൻ പോണത് അല്ലേ? കുടു ബസ് കയറാൻ പോണതിൻ്റെ സന്തോഷത്തിലാണ് കുടു ബസ് കയറാൻ പോണതിൻ്റെ സങ്കടത്തിലാണ് ഞാൻ. ഛർദിക്കല് ഞാനായിരിക്കും. കൈ പിടിക്കണം. എന്നാ വേവാ, ബസ് വരുന്നുണ്ട്. സ്റ്റാൻഡ് മുക്കത്തെ അരീക്കോട്. വാങ്ങിത്തരേ? ഇപ്പോഴേ വാങ്ങിത്തരാൻ പറഞ്ഞാൽ ഞാനിപ്പോൾ തിരിച്ച് വീട്ടിൽ പോകും. ഇതാണ് മുക്കത്ത് നിന്നും അരീക്കോടേക്ക് പോണ സ്റ്റാൻഡ്. ഇതല്ലേ മുക്കത്ത് നിന്ന് അരീക്കോടേക്ക് പോണ സ്റ്റാൻഡ്? എനിക്കിപ്പോൾ തന്നെ എന്തൊക്കെ ആവുന്നുണ്ട് വയറ്റിൻ്റെ ഉള്ളിൽ നിന്ന്. കൂടുള്ളതാണ് എൻ്റെ ടെൻഷൻ. അയ്യേ അവിടെ ഇരിക്കല്ലേ, എനിക്ക് വീണ് പോവും. അരീക്കോട് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ വന്നിട്ട് ഓറിയന്റ് പോയിട്ടുണ്ട്. വേറെ ഒരു ബസ്സിൽ ചാടി കയറിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കയറിയതിന് ശേഷം കുടിക്കുക. നമ്മൾ ഇങ്ങോട്ട് പ്ലാസ്റ്റിക് കുപ്പി അതുപോലെ ഭക്ഷണ സാധനങ്ങൾ അങ്ങനത്തെ ഒന്നും അകത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. നമ്മൾ സ്റ്റീൽ ബോട്ടിൽ, നമ്മൾ വാട്ടർ ബോട്ടിൽ അങ്ങനെ കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല. അല്ലാത്ത പ്ലാസ്റ്റിക്കിൻ്റെ യാതൊരു സാധനം ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് കൊണ്ടുവന്ന ചോറും പാത്രം വരെ ഞങ്ങളവിടെ പുറത്തൊരു റൂമിൽ വെച്ചിട്ട് കയറിയതാട്ടോ. നമ്മൾ ബാക്കിയുള്ളവരെ കാണുന്നില്ലല്ലോ. അവരെ ഞങ്ങളൊരു തോട്ടം താഴേന്ന് കണ്ടിന്. ഞങ്ങൾ പോയി നോക്കാം അല്ലേ ആദി? കുടുവൊക്കെ നല്ല സുഖമായിട്ട് ഉറങ്ങി. അയ്യോ അടിപൊളി വെള്ളച്ചാട്ടം. അമ്പ വാ അതില്ലേ
ആദ്യം പിടിക്കണേ എല്ലാം കൂടി നടക്കുന്നതാ. എല്ലാരും അവിടെ ഉണ്ട് കേട്ടോ. അതാ കഥയൊക്കെ പറഞ്ഞ് എല്ലാരും കൂടി നടക്കുകയാണേ. കുടു അമ്മേനെ കൈ പിടിച്ചോട്ടോ. ഏയ് നിങ്ങളെങ്ങോട്ടാ എങ്ങോട്ടാ പോണേ? എങ്ങോട്ടാ പോണേ? നോക്ക് എല്ലാം ആദ്യം പിടിച്ചേടാ. ഒന്നും പറയണ്ട. ഞാൻ ചാവും എനിക്കറിയാം. നിങ്ങൾ പറഞ്ഞു അതുകൊണ്ട് അടുത്തുനിന്ന് പിടിക്കട്ടവര് പറയുന്നത് എന്നെ എന്തൊക്കെ പറഞ്ഞത് ഞാനില്ലേ ഓറിയന്റ് കണ്ടു. മോൻ പറഞ്ഞോ? അവന് ഞങ്ങൾ ചാച്ചിയൊക്കെ കൊടുത്തതാ. അപ്പൊ ഞാൻ വലിയവനെ കടയിലാക്കണ്ടേ, അതിന് വേണ്ടിട്ട് കടയിലാക്കാൻ പോകും. അത് ഇനി കുടുവിന് അങ്ങനെ ബസ്സിന് മുക്കത്തേക്ക് പോയിട്ട് മുക്കത്തുനിന്ന് ഞാൻ ചെന്നപ്പോ ബസ്സില്ല. ഓരോരുത്തർ അന്തം വിട്ട് നിൽക്കുന്നുണ്ടോ? അവള് വാ തുറന്നിട്ടില്ല. കഴിക്കാതെ തോന്നുന്നത് കുറച്ച് നോർമൽ ആവട്ടെ കൺട്രി ഇടിയിട്ട് ഞാൻ വന്നില്ലേ? പക്ഷെ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല. ഇത് ഞങ്ങൾക്ക് ഇത് ചതിയാണ്, ചതി. അപ്പ വരെ അവനില്ലേ ആതിരേന്റെ കൂട്ടാണല്ലോ, അവന്റെ മക്കളാണല്ലോ, അവന്റെ ഫ്രണ്ട്സ്, ഇതൊക്കെ ഇവരതാണല്ലോ. ഞാൻ വിളിച്ചായിരുന്നു. അവൾക്ക് ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ടാ പറഞ്ഞു വിളിച്ചായിരുന്നു. ഞാൻ നടക്കി. അപ്പൊ ഉഷാറായില്ലേ? ഇവളാട്ടോ ഇവിടെ രാവിലെ വിളിച്ചെന്നെ ഭീഷണിപ്പെടുത്തി. ഇവളെ എന്നെ ഭീഷണിപ്പെടുത്തി എന്നോട് പറഞ്ഞു നിന്റെ പുക പരിശോധന കേന്ദ്രം ഞാൻ ഓട്ടിക്കും, മര്യാദക്ക് വന്നോന്ന്. വന്നു കഴിഞ്ഞപ്പോ പക്ഷെ ഇത് ചീറ്റിങ്ങാ. പോവാ, അതാ എല്ലാരും പോയി. വാ കൊടുവാ, ഓർന്നു വാ, വാ കൊടുവാ. പറ്റേ 1 2 3 വാ. ചെരുപ്പെടുത്തിട്, ചെരുപ്പെടുത്തിട്. പോവും, അപ്പുറത്തേക്ക് പോവും. നമ്മളെ ചെരുപ്പ് എവിടെ? കുഞ്ഞിന് ചെരുപ്പ് എവിടെ? കുടുവിന് ചെരുപ്പ് എവിടെ? വാ കുടു, ഓടി വാ. മോനതാ മോയ് ഒറ്റ ഓട്ടം. ഓ ആരാണിത്? ആരാണ് ഇവിടെ ക്യാമറമാൻ? എന്നെ തെറി വിളിക്കുന്നൊക്കെ യൂട്യൂബിൽ കാണൂലേ? ശരിക്കും നിന്നെ കണ്ടപ്പോഴല്ലോ കരയാനാണോ ചിരിക്കാനാണോ തോന്നുന്നില്ല. ഞാൻ ആ ഗ്രൂപ്പിൽ നീ തെറി വിളിച്ചില്ല. ഇവളെ എന്നെ എന്തെല്ലാം തെറി വിളിച്ചെന്നറിയോ? എനിക്കിന്റെ കെട്ടടുത്തുള്ളതാണ് ആ ഗ്രൂപ്പ്. നിന്നെ ഞാൻ നിന്നോട് സംസാരിച്ചു. ഇവിടെ ഒരു ഫോട്ടോ പോടി അവിടുന്ന്. പിന്നെ സത്യമായിട്ട്
എടുക്കടി ഫോട്ടോ. എന്റെ വീഡിയോ ആണ്. അയ്യോ വാ പോവാ വാ. അവിടെ അങ്ങോട്ട് വരണേട്ടോ. അവിടെ ഇരുന്ന് കൊടുക്ക്. ഊർന്ന് അങ്ങോട്ട് വന്നോളൂ. വാ അവിടെ ഇരുന്നോ. എന്നിട്ട് ഇങ്ങോട്ട് വാ. അതിലേ ഇങ്ങോട്ട് വാ. അമ്മ ഇവിടെ നിൽക്കാം. അങ്ങോട്ട് വാ. പോര് താഴോട്ട് പോര്. പോര്. നീ പോവാ. നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ ഉണ്ട് കേട്ടോ. അവിടെ ഉണ്ട്. അപ്പുറത്തുള്ളത് കൊണ്ടുപോവാം അമ്മ. എന്നിട്ട് ഇങ്ങോട്ട് വരാം കേട്ടോ. ആരും അപ്പുറത്തേക്ക് പോയി. കുടു പോണില്ല. കുടു ഇവിടെ തന്നെ ഊർന്ന് കളിക്കുക. അവിടെ ഒരു പാർക്കുണ്ട്. അവിടെ കയറാൻ ആയില്ല. ഒന്നുകൂടി ഊർന്നിട്ട് വരാം. എന്നാ പോ. അവിടെ പോയിട്ട് ഇരിക്കി. അവിടെ പോയിട്ട് ഇരിക്കട്ടോ. ഓരോരുത്തർ പോയിട്ട് വാ 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 വാ. ഇറങ്ങി വാ. അല്ല ഊർന്ന് വാ. അയ്യടാ. ഇനി നമ്മളൊക്കെ അപ്പുറത്ത് പോവാൻ വാ. എന്നാ ഞങ്ങളിപ്പോൾ പുഴ ചാടിയിട്ട് വരാം. അല്ലേ കുടു? നമുക്ക് പുഴ ചാടിയിട്ട് വരാം. പേൻ പെറുക്കാൻ വന്നത് കാണണോ? നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിൽ. പേൻ പെറുക്കല്ല, ബ്യൂട്ടീഷ്യനല്ലേ. നിങ്ങളൊക്കെ സൗണ്ട് ഇട്ടോളൂ. ഇടും. തേക്ക് മ്യൂസിയത്തിൽ വന്നിട്ട് ബ്യൂട്ടീഷ്യൻ ചെയ്യുന്നുണ്ടോ? ദീപ കാണുന്നില്ല ഇതൊന്നും. അത് തന്നെ ബ്യൂട്ടി പാർലറാക്കാൻ പോകണോ? വാജി ഒരു പാട്ട് പാടിക്കേ. വാജി ഒരു പാട്ട് പാട്. ഒരു പാട്ട് പാടേ. ഇല്ല മ്യൂസിക് ഇട്ട് പാടിയാലോ കുഴപ്പമില്ല. ഈ ഒരു പാട്ട് പാടേ. ഞങ്ങളെ ഗ്രൂപ്പിൽ ഏറ്റവും നല്ലപോലെ പാട്ട് പാടുന്ന ആളാ അശ്വതി. കുടു പിണങ്ങി. എന്ത് രസാ കുടു പിണങ്ങി നിൽക്കുന്ന കാണാൻ. ഓടിക്കോ. കുടു പിണങ്ങിപ്പോയി. ആദർശ് അങ്ങോട്ട് പോയി. എല്ലാരും അങ്ങോട്ട് പോയി. അവന്റെ കൂട്ടുകാരെ കിട്ടി. അവന് ഹാപ്പിയായി. എന്ത് രസം. നോക്ക് കൂടെ വെള്ളം ചാടി നോക്ക്. ഇതിന്റെ മുകളിൽ കൂടെ കയറിയിട്ട് അങ്ങോട്ട് പോ. ആഹാ വേണ്ടി മാത്രം വന്നത്. നോക്ക് കേറ്. ദീപ ചേച്ചി ആടാൻ പോവുകയാണ്. റെഡി 1 2 3. കുളിച്ചിട്ട് പോവാം. തോർത്തുമുണ്ടൊക്കെ ഉണ്ട്. സൂപ്പർ.
എന്താണ് ഒന്നും പറയണ്ട. എല്ലാരും എന്താ സന്തോഷം, നല്ല ഓട്ടവും കളി. കണ്ട മരത്തിലൊക്കെ കയറി, വള്ളിക്കൂടുകളിലെല്ലാം കയറി അടിപൊളിയായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. എത്ര വർഷം കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ എന്നാ അശ്വതിന്റെ വീട്ടില് ഓണോ വിഷു കൂടിയത്? കഴിഞ്ഞ ഏപ്രിൽ അല്ല, ആണോ? നമ്മൾ എവിടെയും പോണെന്ന് പറയാൻ കൊറേ ആയി. അതെ 3 വർഷത്തിന് 3 വർഷം തന്നെ ഇനി പോവും. അതെ, ഈ പോക്ക് ഞങ്ങള് പൊളിച്ചടിക്കിയത് കൊണ്ട് മുമ്പാണ് നമ്മൾ പോവായിരുന്നത്. ഇത് പക്ഷെ ഒട്ടും പ്രതീക്ഷയല്ല കേട്ടോ, പ്രതീക്ഷയേ ഇല്ല. ഞാൻ വിചാരിച്ചില്ല എനിക്ക് നടക്കൂന്ന്. അവരിപ്പോ വരും. അതുങ്ങള് എവിടെ? അവിടെ എന്താ കൊടു? ഓ എവിടെ? അവിടെ എന്താ കൊടു? എന്താ അത്? അമ്മോ, ആഹാ, കൊടു. ഇത് എങ്ങോട്ടാണോ? ഗത മാത്രമില്ല. ഇനി മതി, മക്കള് കളിച്ചില്ല. ഞങ്ങളും പോവാടി. അയ്യോ 3 മണി വരെ നിൽക്കാൻ പറ്റൂല. പോവാടി, ഞങ്ങൾ നേരെ, നമുക്ക് ഇവിടുന്ന് നേരെ അരീക്കോട് ബസ് കിട്ടും. പാവങ്ങളൊക്കെ ഒരു ബസ്സില് പയ്യെ ചാടി ഇവിടെയും ചാടി വന്നവർ അങ്ങനെ പോയിക്കോട്ടെ. അപ്പൊ എന്തായാലും പോവാല്ലേ, നമുക്ക് പിരിയാല്ലേ? എവിടെ പോണില്ലേന്ന്? ഇതിന് പോണില്ലേ? മ്യൂസിയം എവിടെ താമര? ആ താമര, ദാടി താമര. ആമ്പൽ പൂ പോലെ ഇവിടെ ഒരു ഭയങ്കര വലിയ സംഭവം നടക്കുന്നുണ്ട് കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരാൾ സെക്യൂരിറ്റി ഇരിക്കുന്ന റൂമിലേക്ക് ഒറ്റ ഓട്ടത്തിന് കയറുന്നുണ്ട് കേട്ടോ. പാടടി. സാറിന് നീ അങ്ങോട്ട് ഓടിക്കയറി പേടിപ്പിക്കുക. അതുപോലെ തന്നെ തിരിച്ചു ഇതൊക്കെ ഒരു അടിപൊളിയായിട്ട് അതല്ല പുരുഷനെ അനുഗ്രഹിക്കണം. എനിക്ക് ചിരിച്ചിട്ട് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അതല്ലടി, അവളങ്ങോട്ട് അതല്ല അവളങ്ങോട്ട് കേറുന്ന കണ്ടു. ഒറ്റ ചാട്ടം അങ്ങോട്ട്, അതിന്റെ ഒറ്റ സ്പീഡിൽ തിരിച്ചു. ഞാൻ കാലേ കണ്ടോളൂ, കാല് മാത്രമേ കണ്ടു. ആടാ
ഇങ്ങോട്ട് വരുന്നില്ലല്ലോ. ഇവിടെ വരാൻ വേണ്ടി കാത്തിരിക്കുക. ഇനി പോവാ, ഇനി അങ്ങോട്ട്, ഇനി ഇങ്ങോട്ട്, ഇനി ഇങ്ങോട്ട്. ഇനി ഈറ്റകളൊന്നും വരൂല. പോവാ പോവാ, ആയിക്കോട്ടെ. ടാറ്റാ. എവിടെയെങ്കിലും അഞ്ചിട്ട് ഇരിക്കണേ. വാ. ആ, ആനയെ കയറി. ഇനി വാ. അയ്യോ, അത് അവിടെ അപ്പുറത്ത് വീണു. ഇനി ഇവിടെ കയറ്. ഇനി ഇവിടെ. ആ, മെല്ലെ മെല്ലെ. ആ, പിടിച്ചിട്ട് താഴെ ചവിട്ട. അങ്ങനെ, ഗുഡ് ബോയ്. ചാടണ്ട ചാടണ്ട ചാടണ്ട. ആ, പിടിക്ക്. ആ, ഇറങ്ങി ഇറങ്ങി. ആ ആ ആ ആ, അങ്ങനെ അങ്ങനെ. ഇനി ഇറങ്ങ്. അതന്നെ. പിന്നെ ഫോട്ടോഷൂട്ടാണ്. ആകെ ഒരു ഫോട്ടോഷൂട്ടുള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള ഫോട്ടോഷൂട്ടൊന്നും ഞാൻ ഒരുപാടായി കേട്ടോ. കുറച്ചധികം ലെങ്ത് ഉണ്ട് വീഡിയോ. ഹലോ ഒക്കെ തീർന്നു. എല്ലാവരും ഐസ്ക്രീം കഴിഞ്ഞു. കുടുവിൻ്റെ ഐസ്ക്രീം ഒക്കെ കൂടി ഇതാ പരത്തിയിട്ട് കുടു. ഇതെന്താ കുടു മോത്ത കോലം. പടടി വാക്കിയും കൂടെ, പടടി വാക്കിയും കൂടെ. ആരാ അത്? ആരാ തോളത്ത് ഏറ്റിക്കൊണ്ട് നടക്കുന്നേ? ഇത് കണ്ടോ വേര്? അതിനെ നിലനിർത്തിയില്ലേ? ഇതൊക്കെ ഇതൊക്കെ കൊടു മണ്ണ്. വിവിധ തരം മണ്ണുകൾ. സ്വാഭാവിക മണ്ണ്, തോട്ടത്തിലെ മണ്ണ്, ഇതെന്താ കൊടു? ഇതാണ്. അയ്യോ, അവിടെ വെക്കാൻ പറ്റില്ല. അവിടെ ഇരിക്കരുത്, അവിടെ ഇരിക്കരുത് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇരിക്കരുത് കേട്ടോ. കൂടുവിനെ കൊണ്ട് ചേട്ടാ ഇത് ഓടുന്നു. കുഞ്ഞ് നിന്നെ കൊണ്ടാവൂലടാ. ആ, വരുവാ കേട്ടോ. ആ, എന്താ കൊടു? കൊടു ഇതെന്താ കൊടു? ഇതെന്താ? ഇതെന്താ? തവളയോ? എടാ കുഞ്ഞു വീണ് പോടാ. നീ ഇങ്ങോട്ട് കാണിച്ച് ഞാൻ എടുക്കാം. കണ്ടത് കൊടു കൊടു. അതെന്താ? ഇതെന്താ? ഇതെന്താ കൊടു? ഇതെന്താ? ഇതെന്താ? അത് തൊടരുത് കേട്ടോ. എന്താ അത്? തോക്കോ? അതെന്താ? കത്തി. ഇതെന്താ? എന്ത്? ഇതെന്താ കൊടു? ഇതെന്താ കൊടു? ഇതെന്താ? ഇതെന്താ? സിംഹം അല്ല. കുതിര. കുതിര. ആന. ഇത് ആന. ഇത് കലമാന്. കലമാന്റെ കൊമ്പ്. ഇതാരാ? സൂര്യൻ. കുതിര.
ധാര കൊടു ധാര പിടിക്കല്ലേ പിടിക്കരുത് തൊടരുത് ആ കത്തി പോവാ തോക്ക് ഹായ് ആ മതി തൊടാൻ പാടില്ല അയ്യോ തൊടാൻ പാടില്ല വിട്ട് നിന്ന് കാണാനേ പാടില്ല മെല്ലെ പോ മെല്ലെ അങ്ങനെ ഇറങ്ങി താഴോട്ട് പോട്ടെ നമ്മളെ കടയിൽ പോകണം അവിടെ പോയെന്താന്ന് വെച്ചാല് ചുമ്മാ തുണി ഇറക്കാം ഇപ്പോഴത്തെ കടയിൽ പോകും ഗെയിം കളിക്കാം ഞങ്ങൾ പോവാട്ടോ ഒറ്റയ്ക്ക് വന്നവരും ഒറ്റയ്ക്ക് പോയിക്കോളാൻ പറഞ്ഞു അപ്പോൾ ഒറ്റയ്ക്ക് വന്ന് എന്നോട് ഒറ്റയ്ക്ക് പോകാൻ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ പോവാട്ടോ. ഇവരിനി എവിടേക്കോ പോയിട്ടേ വരുള്ളൂ, ഞങ്ങൾ മാത്രം തിരിച്ചു പോകും. എവിടേക്കാ പോണേ? രാത്രി തിരിച്ചു വരുള്ളൂ. എവിടെയാ? അല്ല ഇവര് മസനഗുഡി വഴി എത്തിക്കാണ്. ഞങ്ങൾ പോവാണ്. ടൂറും യാത്രയെല്ലാം കഴിഞ്ഞ് നമ്മളെപ്പോ എത്തി കടയില്? 4 മണി. 4 ഫോട്ടോ കൊടു, കോപ്പിറൈറ്റ് ആവും. ഇതിങ്ങനെ പേപ്പർ വെച്ചിട്ട് ഉരയ്ക്കണം കുഞ്ഞ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പം ഇനി അധികം നേരം ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അയ്യോ, ഇവിടെ ഒന്നും ചെയ്യേണ്ട, കൂടെ അവിടെ ഒന്നും ചെയ്യണ്ട, കമ്പി നന്നാക്കേണ്ടത്. അപ്പം ഇനി സമയം കളയാനില്ല കേട്ടോ. വാ മോൻ്റെ അത് ചെയ്യാൻ നോക്കുക. നമ്മൾ അച്ഛൻ വരുമ്പോഴത്തേക്ക് 2 ചല്ലെങ്കിലും ഒന്ന് തീർക്കണം. താഴത്തെ വീട്ടിൽ കഴിഞ്ഞ് ഇവിടെ വന്ന് ഇവിടുത്തെ എല്ലാം കഴിയാൻ പോവാ അല്ലേ? അല്ലേ മോൻ്റെ? മോനിച്ച് എന്താ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ബിരിയാണി. എനിക്ക് ഒരു ലോഡ് പാത്രം കഴിയുന്നു. അപ്പോൾ മോനിച്ച് കപ്പ വറവിട കേട്ടോ. കപ്പ എങ്ങനെയാ കപ്പ വറവിടുന്ന് പറഞ്ഞിട്ട് മോൻ്റെ പറയും. കപ്പ വറവിടുന്നത് എങ്ങനെയാ?
എടാ പറയടാ. ഇത് കരിഞ്ഞ് ഇന്നേ കപ്പ ഇട്, വേഗം ഇട്. ഇതാ കപ്പ, അതാ 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 കപ്പ. മോനുച്ച് കപ്പ വറവിടുന്നുണ്ട്. അമ്മ ഇടാ, നീ ഇങ്ങോട്ട് ഇട്ട്. അയ്യോ അത് ആക്കല്ലേ, ചെറുനാരങ്ങ അതിനകത്ത് ആക്കിയാ പിന്നെ അപ്പം ചുടുമ്പോ കിട്ടൂല, അതുകൊണ്ടാ. ഓ ഇളക്കണം, ഞാൻ ഇളക്കിക്കോളാം. കപ്പളങ്ങ എത്തട്ടോ, നല്ല പഴുത്ത കപ്പളങ്ങ. ഓ വഴുത്ത് പോയില്ലേ? ഓ നല്ലോണം പഴുത്തു. ഇതിങ്ങനെ സ്പൂണോണ്ട് കോരിക്കുന്ന മതി, കുരു കളഞ്ഞിട്ട്. കുരു മെല്ലെ ചെണ്ടി കളഞ്ഞിട്ട് ആദ്യം കൂട്ടാ അത് ഓരോ കഷ്ണം എടുത്തിട്ട് അതിൻ്റെ ഇത് കളഞ്ഞിട്ട് കുരു കളഞ്ഞിട്ട് സ്പൂണും കൊണ്ട് അങ്ങ് കോരിത്തുന്നാൽ മതി. എൻ്റെ ഏത്. അപ്പോൾ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് ലെങ്ത്ത് കൂടുതലാണെന്നറിയാം. പരമാവധി എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.